Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். പങ്കാളി ഒരു രക്ഷയില്ല. ഒടുക്കത്തേക്ക് വേണം ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. ടിക്കറ്റ് ഞാൻ എടുത്തു തന്നാലോ? നീയാ ഒരു വികലാംഗന്റെ പവർ എന്താന്ന് വേണമെങ്കിൽ നീ കണ്ടോ. அவன் விட போறாரு. விஜய் படம் போஸ்டர், விஜய் போஸ்டர் இருக்கு மேல. நான் பார்க்கலையே. புலி புலியா? அப்படிதான் நினைக்கிறேன். போஸ்டர் புலி மாதிரி தான் இருந்தது. மேல பாரு, ഈ കാക്കി പുലിதான். കാലിന് സുഖമില്ലാത്ത 3 ടിക്കറ്റ്. കാലിന് സുഖമില്ലാത്തവനൊക്കെ എന്തിനാടാ அங்க பாரு. ஐயோ, பார்க்கல நானு. എന്ത് പറ്റിയടാക്കു? ടിക്കറ്റ് കിട്ടിയില്ലേ? താങ്ക്സ് ഡാ. 2 ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കി നീ ബ്ലാക്കിന് വിറ്റോട്ടാ. ആള് ശരിക്കും അടിച്ചടാ. ടിക്കറ്റ് ഞാൻ എടുക്കാം. ഞാൻ അവളെ കൊണ്ട് തന്നെ ടിക്കറ്റ് എടുപ്പിക്കും. ഈ അമറേട്ടൻ പറഞ്ഞാൽ ജനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാശ് തടപ്പട്ടി. உங்களுக்கு என்ன பல்ப் வாங்க போறேன்னு சொல்லுது. எல்லாரும் வாங்கணும்ல. இவரு கொட்டாக்கு இவரு போறாரு. இவர் என்ன ஸ்டைல்ல வாக்கிங் போறாரு எனக்கு புரியலையே. സത്യത്തില് ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ചിരി കണ്ടിട്ട് അവള് വീണെന്നാ തോന്നണത്. ഒന്ന് പൊക്കടാ പറഞ്ഞു. പിന്നെ ജനി ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ സ്വാധീനം ഉപയോഗിക്കുന്നത് ശരി. ഇതേ പോലീസ് വന്നു. ഇപ്പൊ കിട്ടും കേറ്. பாவம் டென்ஷனா போறாரு. அங்க பாரு. புலி படத்துக்கான போனீங்க. ஜெனி போட்டு ஒரு அடி அடிக்க போகுது. புலி படம் இல்ல, எல்லா படத்துக்கும் போவாங்க அங்க விஜய் படம்னா. இல்ல, எல்லா படம் கூட ஓகே. புலிக்கு வச்சு அது இங்க கொஞ்சம் ஃபிளாப். സമയം 4:30 ആയി. ചേട്ടാ അതെ ഒന്ന് കുനിഞ്ഞിരിക്കും. ഏത് ഈ പടം തീരണവര് 2.5 മണിക്കൂർ കുനിഞ്ഞിരിക്കാനാ? വേണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കാണാ ഊളെ. டென்ஷன்ல இருக்காரு. അവള് മൈൻഡിലും കൂടി ഇല്ല. പിന്നെ നീ ആരും കൈയാണെങ്കിൽ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചു. മോന്ത ആ മോന്തെങ്കിൽ മോന്ത അത് ശ്രദ്ധിച്ചാ. എന്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോ അവക്കൊരു നാണം വന്ന കണ്ട. ശരിയാണ്, അവള് നാണം കിട്ടും. അല്ലേലും നിന്റെ വൈഫാണെന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിന്റെ തൊലി ഉരിഞ്ഞു പോലടാ. അതെ. എന്നാ ഞാനൊരു സത്യം പറയണം. വേണ്ട, നീ വരണ്ടാ. ഇന്നത്തെ ഒരു തന്നെ സിനിമ പേசிட்டே இருக்கான். കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. നീ ജനിയുടെ സത്യം. ആ ചിലപ്പോ സത്യം ആയിരിക്കൂടാ. ഒരു ചെന്ന് മോന്താരം അടിച്ചു പൊളിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടെ. അപ്പൊ ശരി. അല്ല, പിടിച്ചു എന്ന് വെച്ചാ പിടിച്ചേനെ. ഞാൻ വിളിച്ചു. നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ടിട്ട് സൂപ്പറാണ്. ആ ലോ ക്ലാസ്സിനും ഓക്കെ. സാറേ ദോശ. ഇന്നത്തെ ബില്ല് ഞാൻ കൊടുത്തോളാം. ഏതായാലും ഇന്നവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക്. എപ്പോ പറഞ്ഞു? പറയൂല, അതിന്റെ ഒരു സന്തോഷത്തിന്. ഓ, ആദ്യം പറയട്ടെ. ചിലപ്പോ എന്നെ ആയിരിക്കും പറയണം. എന്നാലും ബില്ല് നീ തന്നെ കൊടുത്തോട്ടാ. ആ ബില്ല് നീയാണ് കൊടുക്കണേ. അപ്പൊ ചേട്ടാ ഒരു മീൻ വറുത്തം കൂടി കുറച്ച് സവാളയും കൂടി വെച്ചോ കേട്ടാ. இதுதான் ஃபர்ஸ்ட் பண்ணாரு அவரு. പങ്കാളി, ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ജനിയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലാത്ത എന്താണെന്നറിയാം. നിനക്കുള്ള കിട്ടൂല, നിനക്ക് തന്നെ അറിയാല്ലേ. എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഒരു 2 വരി പാട്ട്. ഒരു പെണ്ണിന്റെ കണ്ണി നോക്കി ആ 2 വരി അങ്ങോട്ട് പാടിയാലുണ്ടല്ലോ. நீங்க பாடாதீங்க. അപ്പൊ വീണെന്ന് ചോദിച്ചാ മതി. ഏഞ്ചലിന്റെ അപ്പനെയും വീഴ്ത്തിയതാണല്ലോ. പെണ്ണിന്റെ അപ്പനെ വീഴ്ത്തുന്ന കാര്യമല്ല പറഞ്ഞത്. പെണ്ണിനെ വീഴ്ത്താൻ ഈ 2 വരി മതി. അങ്ങനെ തന്നെ അവളെ വീഴ്ത്തിയത്. ചേട്ടാ, ചട്നി തന്നെ. ചട്നി വന്ന് ஆஹா, இது பண்ணிட்டாரு. ഏതാണ് ആ 2 വരി? എന്ത് നീ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ പെണ്ണുങ്ങളെ വീഴ്ത്തണ? മറ്റേ പെണ്ണുങ്ങളാ? എല്ലാ പെണ്ണുങ്ങളെയും. ആ 2 വരിയാ? അറിയണ ഒന്ന് പറയടാ. ഇന്നൊരു മൂടില്ല, നാളെ ആവട്ടെ. ചേട്ടാ, ഇച്ചിരി ചട്നി. എന്താണ് ചേട്ടാ? ചട്നിയല്ലേ ചോദിച്ചത്? ചേട്ടന്റെ കിഡ്നി ഒന്നും അല്ലല്ലോ. ഒന്ന് പറയടാ. നിനക്ക് എന്തിന്റെ പ്രാന്താണ്? അവൻ വെറുതെ എന്നെ മൂപ്പിക്കാൻ വേണ്ടിട്ട് അത് കേട്ട് വാവിളിക്കാൻ നീയും. നീ ഒന്നും മിണ്ടായി. അവൻ പറയട്ടെ. നിനക്ക് ഞണ്ണി തിന്നാ പോരെ? എന്താന്ന് മിണ്ടാതിരുന്ന് ഞണ്ണാൻ. ഓ, പൈസ നീ കൊടുക്കണോണ്ടായിരിക്കും അല്ലേ? ആ അതെ. അക്ബറിന് അങ്ങനെ ആരോ ഓച്ചാരൊന്നും വേണ്ട. ആ എങ്കിൽ തിന്നണ്ട. ആ തിന്നുള്ള നീ എവിടെ നിന്നാക്കൂ? എനിക്കൊന്നും വേണ്ട.
വെറുതെ ഷോ കാണിക്കണ്ടിരുന്ന് എനിക്ക് കഴിക്കണം. വേണമെന്ന് പറഞ്ഞില്ല. ഞാനാ പറഞ്ഞ ഇരിക്കാൻ എനിക്ക് വേണ്ടെന്നേ. തിന്നണില്ലാന്ന് ഉറപ്പിച്ചാ നീ. അതിനാന്ന് ഉറപ്പിച്ച്. എന്നാ നിന്റെ മീൻ വറുത്ത എടുത്തോട്ടാ. വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണം മീൻ തിന്നാൻ വേണ്ടിട്ട്. எப்ப எப்ப இருக்கீங்க சொன்னாரு. சாப்பிடுறாரு. சம குரூப் போவாங்க. தனியா ஆளே தேவையில்ல, அவங்க 3 பேருமே என்டர்டைன் பண்ணிப்பாங்க. 3 பசங்க சேர்ந்தாலே அப்படிதான். ரைட், இங்க தான் சம்பவம் நடக்க போகுது. What do you think? Maybe. Ladies and gentlemen, first of all, I would like to say thanks to all of you for coming here for the birthday party of my 2 kids, Kajal and Shruti. So, let's enjoy the party. நீங்க கேட்டரிங் சர்வீஸ்ல இருக்கானுங்க இங்க. எல்லாத்தையும் பொறுக்கிட்டு இருக்கேன் முந்திரி தான். Cashew. എല്ലാം വെള്ളം. നീ എന്ത് വൃത്തിയാണെങ്കിൽ എന്റെ കിട്ടടാ. വൈകുന്നേരം അങ്ങോട്ട് വാ, ടച്ചിങ്സ് പറഞ്ഞു. അന്നേരം എടുത്തോടാ. ஆஹா, கேமரா ஆங்கிளே சரியில்லையே. ബീഫാ? ഈ ബീഫ് കണ്ടപ്പോഴാ പണ്ട് ഇതുപോലെ തന്നെ എന്റെ വല്യമ്മ ബീഫ് കഴിച്ചിട്ട് போயா அந்த பக்கம். ഒന്ന് പോയിക്കേ. അല്ല ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. ஆஹா, இந்த கூட்டத்துல ஒரு ஆள் அவன் தான்பா. ஜெனியா? ஓ, பழைய ஆளு. ഹലോ. நீதான் பிரேக்கப் பண்ணிட்டியாமா? இன்னுமே ஏன்? கையில சாப்பாடு வச்சிருக்கீங்க. குழம்பு ஊத்துறாரு. அறிவியல. സ്വിമ്മിംഗ് പൂള് കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. പണ്ട് എന്റെ ആന്റിയുടെ മോൻ കുളത്തിൽ ചാടിയിട്ട് കുളം വറ്റിച്ചാ ബോഡി പോകും. ஐயோ. അല്ല നീ ചാടാൻ പോണെന്ന് പറഞ്ഞോണ്ട് ഒരു മുന്നറിയിപ്പ് തന്നാ മാറഞ്ഞു. ഇടില്ല. ഷെടാ ഈ കുഴി പകുതിയായുള്ളല്ല. ഈ കുഴി കുത്താൻ ഏൽപ്പിച്ചവൻ ഇതവിടെ പോയി. ആരത്? എനിക്കറിയാൻ പാടില്ല, ഒരു ഹിന്ദിക്കാരനാ. വേസ്റ്റ് ഒക്കെ പുറത്തിട്ട് കഴിഞ്ഞാലേ ഭയങ്കര വിഷയമാണ്. അതാണ് ഇവിടെ കുഴി കുത്തി മൂടാന്ന് വിചാരിച്ചത്. ഈ പിശാചി ഇത് എവിടെ പോയി കിടക്കാണ്? ഹിന്ദിക്കാരാ? ഞാൻ പോത്തേ. ஆஹா, இந்த குழந்தைங்க ஸ்பிட் ஆகுது இப்பதான். ஃபாத்திமா தானே இது? பாத்திமா இல்ல. ஃபாத்திமா இல்லையா? பர்த்டே குழந்தைங்க இல்லை. இவன் ஒரு ஆங்கிள் முருகேசன் இருக்கான். பர்த்டே கேர்ல ஒண்ணு. பர்த்டே கேர்ல ஒண்ணா? அம்மா இல்லையா? அம்மா വീട്ടിൽ പോന്നു. ചേട്ടാ വേസ്റ്റ് കളയണ്ട. ഇല്ല, ഇത് വീട്ടിൽ കൊണ്ടുള്ള. ഇയാള് എന്തടിയായിരുന്നടാ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായടാ. ഈ ലോകത്ത് പാവപ്പെട്ടവനെന്ന പണക്കാരനൊന്നും ഇല്ലടാ. എല്ലാരും തറകളാണ്. ആ തറയുടെ മേളിലാണ് കോട്ടും സൂട്ടും ഇട്ട് ഓരോ ബിൽഡിംഗ് പണിയണെന്ന് മാത്രം. അത് കറക്റ്റ്. 12 അവൻ അടിച്ചത്. எதுக்கு மூடி இருக்கான்? ഹലോ, അതെ കൂടല്ല, ഇതും കൂടി ഉണ്ട്. ചേട്ടോ പോലെ. ഇത് ഏതാണ് ഈ പുല്ലൻ? കുഴി മൂടി കളഞ്ഞല്ലോ. என்ன பண்ணிட்டு இருக்காம? ഈ പറമ്പിലില്ലെങ്കിൽ അപ്പുറത്തെ ആളുടെ പറമ്പിൽ. അതാണല്ലോ നമ്മുടെ ശീലം. നമ്മളായിട്ട് ഇനി അത് തെറ്റിക്കണം. ഇവന് നമ്മൾ എവിടെയോ അതിന്റെ അപ്പുറത്തേക്ക് ഇടാം. அன்னைக்கு குடிச்சிட்டு பார்த்தாங்கல்ல, இவனதான் பார்த்திருப்பாங்கன்னு நினைக்கிறேன். இவன் தான் வந்தாங்க. அதான், அதனாலதான் அவர் பார்த்த மாதிரி இருக்குன்றாரு. ഇവിടെ കിടന്നായിരിക്കും നമ്മുടെ മരണം. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. എന്ത് പറഞ്ഞാലും മരണവും. എന്തായാലും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. இப்பதான் கேஸ் ஆயிருக்கு, இவங்களை விசாரிக்கிறாங்கன்னு நினைக்கிறேன். ഇവന്മാരാണല്ലേ? അതെ സാർ. ഇന്നലെ നിങ്ങൾ കാറ്ററിംഗിന് പോയ വീടില്ലേ, അവിടെ ഒരു കുട്ടി മിസ്സിംഗ് ആണ്. അതിനെ കുറിച്ച് അന്വേഷിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. അല്ല ഇനി ഞങ്ങൾ എന്തിനാ സാറേ? ஃபாத்திமா. അയ്യോ. ഇന്നലെ കാറ്ററിംഗിന് വന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ അങ്ങനെ ആരും കണ്ടില്ലായിരുന്നു. ഉറപ്പാണോ? എനിക്കറിയാവുന്ന சொல்ல வந்தாரு அவரு. ശരി, പോയിക്കോ. താങ്ക് യു സാർ. വിളിക്കാണ്ട് ആരെങ്കിലും വന്ന് ഫുഡ് അടിച്ചത് കേസായിട്ടുണ്ട്. ഞാൻ പൊതിഞ്ഞോണ്ട് വന്ന് അറിഞ്ഞാണോ ആവോ? ഞാൻ എന്തിനാ പേടിക്കണം? ഞാൻ എല്ലാ വീട്ടിൽ നിന്ന് എടുക്കാറില്ലല്ലേ. இவருக்கு கொஞ்சம் டவுட் வந்துருச்சு அவன் மேல. നീ എന്താ അവിടെ പറയാൻ പോയത്? എടാ, നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരു ഹിന്ദിക്കാരനെ കണ്ടത്. നീ ഇവിടുത്തെ ആവശ്യമില്ലാത്ത പള്ളി കിട്ടുന്ന ഏറ്റെടുക്കല്ലേടാ. നമ്മുടെ ടൂറ് കുളമാവട്ടെ. കോടതി കയറി ഊപ്പാടണം. നിങ്ങൾ വന്നേ. നോക്കണ്ട്. அது நாளைக்கு உங்களுக்கே பிரச்சனை ஆயிடும் பாஸ். இப்பவே ஆக போகுது, நாளைக்கு இல்ல. നമ്മക്കെന്ത് കാര്യം? ஐயோ, என்ன பண்றானே தெரியலையே. ஆனா அந்த ஏரியா நல்லா இருக்குல்ல, தர. அந்த வீடு என்ன ஆச்சுங்க? யார் இது? யார பண்ணிட்டு வச்சிருக்காங்க? ஓ, அந்த பாட்டி. அங்க பாரு, Facebook போட்டுருக்காங்க. ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എന്ത് പറയും എന്റെ അമ്മച്ചിയെ. അമ്മച്ചിയെ, അയ്യോ അമ്മച്ചി.
അമ്മച്ചി ഇതേ ശരി വന്നേക്കണ്. അവളോട് ഇവിടെ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചൊന്ന് കളർഫുൾ ആക്കാൻ പറ എന്റെ അമ്മച്ചിയെ. അയ്യോ അമ്മേ, ശനി പോയമ്മേ. അമ്മച്ചിയെ. അമ്മച്ചി. ആംബുലൻസ് അല്ലടാ, ആ അലറിട്ട് പോയ ഒരു പോലീസ് അതൊക്കെ ഞാൻ ആദ്യം ഊറ്റി. പിന്നെ ഒരു പുള്ളി ഞങ്ങൾ രണ്ടുപേരും എങ്ങനത്തെ കേനാണ്. നീ ഇന്ന് റേച്ചനോട് പറ, അങ്ങോട്ട് ആവശ്യമല്ലേ. ഒന്ന് പറടാ. ചെല്ല്. സമാധാനമായല്ലോ. ആരെങ്കിലും വരും, കൊടുക്കാനും സാധനമില്ല. ആ അമ്മച്ചിയെ. അയ്യോ ചേട്ടാ, സാധനം തീർന്നു, മേടിക്കണ്ടേ? അയ്യോ അമ്മച്ചി. ഏതാ ബ്രാൻഡ്? എമ്മച്ചി 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 അമ്മച്ചിയെ. അയ്യോ അച്ഛൻ പറ്റ അമ്മച്ചിയെ, അച്ഛൻ പറ്റ അച്ഛൻ പറ്റ. ദളപതി, അത് ഇങ്ങനൊരവസ്ഥയില് ഇവിടെ വെച്ച് ചോദിക്കാൻ പാടണമെന്ന് അറിയില്ല. എന്നാലും എന്താടാ മറ്റേ 2 വരിയതാടാ, നീ അത് വിട്ടില്ലേ? എന്റെ അമ്മച്ചിയെ, എന്റെ അമ്മച്ചിനെ കൊണ്ടുപോകല്ലേ. അമ്മച്ചിക്ക് നിൽക്കാൻ പറ്റില്ലല്ല. അവസാനമായിട്ട് ഞാൻ എന്റെ അമ്മച്ചിയുടെ ഫോണിലൊരു സെൽഫി എടുത്തോട്ടെ. എന്റെ അമ്മച്ചി എന്താ പൊണ്ണനെ. அது அவனுதான் பாட்டியோட ஸ்மார்ட் போன் தான். എടാ അക്കു, എടാ അക്കു എഴുന്നേറ്റോടെ ഒന്ന്. ഇതൊന്നും ലിഫ്റ്റ് കയറ്റാൻ പറ്റില്ല. അങ്ങോട്ട് കാല്. എടാ ദളപതി, ദളപതി, എടാ കുപ്പിയുടെ ബാലൻസ് അവിടെ വെച്ചേക്കണത് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങടാ. എടാ ഒന്ന് എണീറ്റടാ. എടാ ഒന്ന് എഴുന്നേക്കാൻ. മരിച്ച വീട്ടിൽ വന്ന് കിടന്ന് ഒരുമാതിരി പോക്കിരിത്തരം കാണിക്കരുതട്ടാ. നിന്റെയൊക്കെ വീട്ടിലും ആരെങ്കിലും ചാവുമല്ല. ശരിയാക്കി തരാട്ടാ. ഒറ്റ കുപ്പിക്കാൻ കാശ് എന്ത് തട്ടിപ്പ്? അതിന്റെ പുറകെ നടന്നിട്ട് ഇതുവരെ ആർക്കും മര്യാദ കാശടിച്ച ചരിത്രം. പിന്നെ இந்த பாப்பா வேற இப்பதான் ஓடிச்சு. മൂപ്പര് ഓർലിക്സേ കഴിക്കും. ഹോർലിക്സ് കുടിക്കേണ്ട ഒരു പ്രായം കണ്ടില്ലേ. അവന്മാര് എന്തൊരു കുടിയാണ് കുടിക്കണത്. സങ്കടം കൊണ്ടല്ലേടി. സങ്കടം. അവൻ രാവിലെ എണീറ്റ് നീ ടൂറിന്റെ ടിക്കറ്റ് എടുക്കാൻ ഫൈസലിന്റെ അടുത്ത് പോകുന്നു പറഞ്ഞതാ. എണീക്കോ ആവോ? അതൊക്കെ അവൻ എഴുന്നേറ്റോളും. ടൂറിന്റെ കാര്യല്ലേ. അവന്മാര് ഈ പട്ടായ എന്ന് പറയാനുണ്ടല്ലോ. അവിടെ ഇതിന് മാത്രം എന്താ ഉള്ളേ? അവിടെ കുറെ ബുദ്ധപ്രതിമകളുണ്ട്. അവരവിടെ തൊഴാൻ പോകുന്നതായിരിക്കും. ഓ എന്റെ ബുദ്ധദേവാ. അയ്യോ, നല്ല മണം. ഈ കാനയുടെ പണി ഇതുവരെ തീർന്നില്ലേ? അത് അവര് ചെയ്ത് തീർത്തോളും. നിങ്ങൾ അങ്ങോട്ട് മിണ്ടാണ്ട് നടക്കും. ഓ, இதனாலதான் பாத்துட்டு வந்தாங்க. தூக்கி விட்டான்ல. வேற அடிக்கடி வந்து பயமாக்கலாம். ഓ എന്തുന്നാടാ ഇത്? വന്ന് നീയൊക്കെ കട്ടൻ ചായ കുടിക്കണത് കള്ളു കുടിക്കണ പോലെ ആയില്ലേ? അച്ഛൻ നേരത്തെ പോയാ? ആ കൊണ്ടുപോയി അച്ഛൻ. താനിന്ന് സ്കൂളിൽ പോണല്ലേ? പനിയാ. ഓ പിന്നെ പനി. വെറുതെ സീൻ ഇറക്കാണ്ട് സ്കൂളിൽ പോകാൻ നോക്കടോ. അല്ല അമ്മേ, നല്ല ചൂടുണ്ട്. എന്തായാലും ഡോക്ടറെ കൊണ്ടേ കാണിക്കണം. എവിടെ നോക്കട്ടെ. നിനക്ക് ഭ്രാന്താണ്, ഇവക്കൊരു കുഴപ്പമില്ല. എന്നാ ചെന്ന് ഡോക്ടറെ കാണിക്കും. ഇവളുടെ മുഖം ഒന്ന് വാടിയാൽ തന്നെ എന്റെ കൈയും കാലും തളരും. ഒരു കാര്യം ചെയ്യ്, ഇവളോട് ഇരിക്കട്ടെ, നീ പോയി ഡോക്ടറെ കാണും. ആ ടൂറിന്റെ സമയമായപ്പോ പിന്നെയും വന്ന ആശുപത്രി കേസ്. ഇതുപോലെ 5-6 കല്യാണം കൂടെ നടത്ത്. போயிட்டாரோ. ഇന്ന് എന്തായാലും ഒന്ന് മുടി വെട്ടണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കട ഓർക്കൂല. എല്ലാ പുഴമാരും മുടി വെട്ടാൻ തീരുമാനിക്കുന്നത് ചൊവ്വാഴ്ച. അമറേ, ചേട്ടാ സുഖം. പിന്നെ അതെ, ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ തന്നെ വന്നാ. എന്താ? നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിച്ചാലോ? അതിന്റെ കാശ് ചേട്ടൻ തന്നെ കൊടുത്തോളൂ. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഒരു മിനിറ്റ്. ഹലോ, ഓർമ്മയുണ്ടോ? ഒടിഞ്ഞു തുടങ്ങി റോട്ടിൽ കിടന്നപ്പോ ഞാനാണ് കൃത്യമായിട്ട് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചത്. അതിന് കാശ് അല്ല, ഞാൻ എനിക്കൊരു കിണ്ടിയും വേണ്ട. ചെല്ല്. താങ്ക്സ് சொன்னா போதும்னு நினைக்கிறேன். താങ്ക്സ് എങ്കിലും പറയണമല്ലോ. എന്താണ് ചേട്ടാ ഞങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞു? അതെ. ഹലോ, എന്താ ഉമ്മ? എന്ത് പറ്റി? ഞങ്ങൾ പോരാ. സബു ചേട്ടാ, ഞങ്ങൾ വൈകിട്ട് വിളിക്കും. എന്താടാ? ഒന്നുമില്ല. നീ കാര്യം പറടാ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ പറ്റി? എന്താ ഉമ്മ, എന്ത് പറ്റി? എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ചോദിക്കും. അക്കോ, അക്കോ, എന്താ പറ്റി? என்ன அடி வாங்கிட்டு வந்துருக்கீங்க? എന്താ പറ്റിയെന്ന്? എടാ നിന്നോടല്ലേ ചോദിച്ചത് എന്താ പറ്റിയെന്ന്? എടാ എന്താടാ പറ്റിയ? നീ ടിക്കറ്റ് എടുക്കാൻ പോയില്ലേ?
പോയതാ എടുത്തില്ല. സോറി ചേട്ടാ. ഇരുന്നോ? ആണോടാ? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കണം? അല്ല ഞാൻ കണ്ടില്ല പെട്ടെന്ന് അതാണ്. എന്ത് കണ്ടില്ല? അത് സോറി ചേട്ടാ, ഞാൻ കണ്ടില്ല. വണ്ടി കൊണ്ട് കുത്തിക്കിട്ടാ നീ സോറി എന്ന് പറയണ? അല്ല ഞാൻ പെട്ടെന്ന് എടുത്തപ്പോ നീ ശ്രദ്ധിച്ചു. ഒരു പെണ്ണ് കേട്ടാ? പൈസ വേണ്ട ചേട്ടാ, ഇത് പിന്നെ ആരും നോക്കുന്നു? വേണ്ട ചേട്ടാ, പൈസ ചേട്ടാ പൈസ എടുക്കാൻ. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. സോറി. ആഹാ എലിവേഷൻ അങ്ങിരുന്നേ. ഏതാടാ അവൻ? വേണ്ട വിട്ടത്. അവൻ ഏതാന്നാ ചോദിച്ചത്? അതാ അന്ധകാര കോളനിയിലെ. ദളപതി ம்ஹும். എടുക്കടാ. ஆஹா பில்டப் பிளான் நல்லா தான் இருக்கு. அங்க போய் அடி வாங்காம வந்தா சரிதான். கிளம்ப போய் அவங்க அடி வாங்கிட்டு வர போறாங்க. அவர் வேற என்ன சொன்னாருன்னு கேட்டிருக்கலாம். അതാ സമാട്ടിയുടെ കോളനിയാ, സൂക്ഷിക്കണം. അല്ലോ വേണ്ട മോനെ, ആ കോളനിയിലെ പിള്ളേരെല്ലാം വെടക്ക് പിള്ളേരാ. ഉമ്മാടെ മോൻ ഞങ്ങളുടെ ചങ്കാണ്, പങ്കാളി. അവനെ കൈവച്ച പുല്ലനിന് നേരെ നിൽക്കൂല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. നീ വണ്ടി എടുക്കണം. ഒന്നിറങ്ങിയടാ. ഒന്നിറങ്ങാൻ. நான் நினைச்சேன் என்னடா ஐயோ சில மணி நேரம் கழித்து ஆயிட்டே ஆயிடுச்சு. காலையில காஃபியே கொடுத்துட்டாங்கப்பா. இன்னும் சரி பண்ணிட்டு இருக்கானுங்க. பிரேக் வராது. அம்மா சிங்கிள்கள் படிப்பாரு இல்லையா? പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. അங்கே இப்படி தூங்கிட்டானுங்கப்பா. நல்ல സെറ്റ്. ഈ ചെക്കനിത് എന്ത് കടപ്പാണ്? എടാ അക്കു, അക്കു ഹോർലിക്സ് ആടാ. എടാ അക്കു. ஐயோ ஆலிக்ஸ் அவர் எடுத்துக்கிட்டாரு. അത് ഇവനിക്ക് ஃபர்ஸ்ட் இவருக்கு போட்டு கொடுத்தாங்க. അയ്യേ ഇതാരാ അറിഞ്ഞത്? എന്താണ് പാലിന്റെ ബില്ല്? അയ്യേ ഒന്ന് പിടിച്ചടാ. இது லெட்டர் மாதிரி இருக்கு. ഇഷ്ടമാണ് ഒരുപാട്. ഐ ലവ് യു. പാൽക്കാരൻ നീയാണാ? ഇത് നീ എഴുതി തരേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് അറിയൂലേ? ഇതിവള് വേറെ ആർക്കോ എഴുതിയതാണ്. സത്യം പറയടി, ആരാടി അവൻ? പറ, ആരാ അവൻ? പിന്നെ ഇത് ആരെഴുതിയാണ്? പറയൂലേ? പറ. யாரை கொடுத்துட்டு இருக்காங்க? പറഞ്ഞേക്കട്ടാ, അല്ലെങ്കിൽ അവൻ ഞെരിച്ച് കൊല്ലുന്നു. ஓ அதான் இப்ப கொஸ்டின். എന്റെ ജനി. അപ്പോ യോഗത്തിൽ തീരുമാനിച്ച പോലെ നമ്മുടെ ഗിരിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികം അടുത്ത ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. ഡാൻസിന്റെ കാര്യം ജെനി ഏറ്റിട്ടുണ്ട്. പിന്നെ വേറെ ആരൊക്കെയാ പരിപാടി ചെയ്യുന്നത്? എന്റെ ഒരു ഏകാംഗ നാടകമുണ്ട്, ഒരു മുക്കുവന്റെ ദുരന്തം. ഒരു ദുരന്തം. ഞങ്ങളെ കിച്ചൺ ഡാൻസ് പഠിപ്പിക്കാന്ന് ജെനി ഏറ്റിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു കുറവുള്ളൂ. അയ്യേ ഞാനൊന്നുമില്ല, ഈ പിള്ളേരുടെ പരിപാടിയൊക്കെ മതി. അതും ഈ പ്രായത്തിലും. ആർക്കാടി പ്രായമായത്? നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എല്ലാത്തിനും ഉണ്ട്. കൈയിട്ടുകൊണ്ട് പ്രായം കുറയൊന്നുമില്ല. ശരി അതൊക്കെ നിങ്ങൾ പിന്നീട് തീരുമാനിച്ചാൽ മതി. മാഷേ, അതിനു മുമ്പ് ആ കാണയുടെ പണിയെടുത്ത് സ്ലാബ് ഇടാൻ പറയണം. അവിടെയൊക്കെ ക്രാങ്ങൾ ഓടി കിടക്കണേ. അവരത് ഈ ആഴ്ച തന്നെ തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ യോഗ അവസാനിപ്പിക്കാം അല്ലേ? ഒരു മിനിറ്റ്. എന്താടാ, നിങ്ങളുടെ വല്ല പരിപാടി ഉണ്ടോ? ഞങ്ങളുടെ പരിപാടിയൊക്കെ സ്റ്റേജിന് പുറത്തല്ലേ. അതെ, ഈ സാവുച്ചേട്ടനൊരു കാര്യം പറയാണ്ടെന്ന്. പറഞ്ഞോളൂ, അഭിപ്രായം ആർക്കും പറയാലോ. അതെ, വേണോ? ചെല്ലേട്ടാ. ഞാനീ കോളനിക്കാരനല്ല, എന്നാലും നിങ്ങൾ ചിലരെങ്കിലും എന്നെ അറിയും. ഞാൻ സാബു. ചിലരും അങ്ങനെയും പറയും. ആംബുലൻസ് ഡ്രൈവറാ. ഈ സന്ദർഭത്തിലാണോ ഇത് പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോ എല്ലാരും ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അതാ. ഇത്രയും നാളും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. ഇപ്പൊ തോന്നി എനിക്കൊരു ജീവിതം വേണമെന്ന്. നല്ല ചമ്മലുണ്ട് പറയാൻ. ഈ ജാതിയും അതൊന്നും പ്രശ്നമില്ലെങ്കിൽ നിങ്ങളുടെ ഈ റസ്മിയും പാത്തൂനെയും ഞാൻ എടുത്തു. പൊന്നുപോലെ നോക്കിയില്ലെങ്കിലും നോക്കിക്കോളാം, പട്ടിണിക്കിട്ടില്ല. പറഞ്ഞതുകൊണ്ടുള്ള സഹതാപം കൊണ്ടല്ല, ശരിക്കും ഇഷ്ടം തോന്നിട്ട് തന്നെ. ഇവർക്ക് ആകെ ഉള്ളത് നിങ്ങളൊക്കെ ആണെന്നും എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാവരുടെയും സമ്മതം ചോദിക്കാൻ ഞാൻ ഇവിടെ തന്നെ വന്നത്. രശ്മി ഞങ്ങക്ക് മോളെ പോലെയല്ല,
മോള് തന്നെയാ. ഇനി ഇവളുടെ ജീവിതത്തിൽ എടുത്തിയാടി ഒരു തീരുമാനം ഞങ്ങൾ എടുക്കൂല. ഇവളുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. രശ്മിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ഇതും അങ്ങ് കൈയടിച്ച് പാസ്സാക്കല്ലേ? அவங்களுக்கு கேட்கணும்ல. அவங்களுக்கு பயமா இருக்குன்னு நினைக்கிறேன். பயமா இருக்கிறது அவங்களுக்கு ஃபர்ஸ்ட் பிடிக்கணும்ல. ആദ്യം റസ്മിയോട് ഇക്കാര്യം ചോദിച്ചിട്ട് സാബു ചേട്ടനോട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ശരിയാണ്. ഇതിപ്പോ എല്ലാവരുടെ മുമ്പിൽ അപ്പാവുന്നതാണ് കിട്ടും. നീ ഒന്ന് വിളിച്ച്. പുള്ളിയാകെ വിഷമിച്ചാണ് പോയേക്കണത്. അത് ശരിയാണ്, ഒന്ന് വിളിക്കണം. അയ്യോ ആംബുലൻസാ? എടാ അത് തീർന്നെന്ന് തോന്നുന്നു. അയ്യോ നിൽക്കാൻ പോയ പണിയാവട്ടെ, നീ വണ്ടി എടുക്ക്. ആഹാ നമ്മക്ക് എന്താണ്, നാളെ നമ്മളൊരു വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്ന ആരും തിരിഞ്ഞു നോക്കാതെ പട്ടേപ്പറ കയറി ചാവരുത്, അത്രേ ഉള്ളൂ. ஐயோ எத்தனை பேரை காப்பாத்துனா இவரை காப்பாத்து ஒரு ஆளும் வரல. இல்ல அப்படிலாம் இல்ல. சொல்றாங்க. എന്നെ ഇവിടെ എത്തിച്ചത്. ഓ ഇവരെ കാപ്പാത്തണം തന്നാറല്ലേ? ഓ എന്തിന്, ചില കാര്യങ്ങൾക്കൊന്നും താങ്ക്സ് പറയേണ്ട കാര്യമില്ല സാർ. പോയി ഇനി ഞാൻ കളിക്കാം. എന്നാ പിന്നെ ഞാനില്ല. എന്താടാ എന്താടാ ആ നിങ്ങ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങട് കാണേണ്ടത് എന്റെ പൊന്നു മുത്ത. എന്താ കാണാനാ? എന്താടാ ത്രില്ലറാണ്. ത്രില്ലറാണ്. ഉണ്ണി വരാറ്. പഠിക്കണേ. ഗുഡ് മോർണിംഗ് ചേട്ടാ. கை புரட்சி பண்ணி போராட்டம் பண்ணி உள்ள போறாரு. எல்லாரும் கை காமிச்சிட்டு இருக்கு. പ്രാർത്ഥന പണിയെടുക്കാൻ പാവൻ. കല്യാണത്തിന് മുമ്പ് മൈ വെൽ വിഷസ്. പോയിട്ട് വരട്ടെ. ആയിക്കോട്ടെ, പൊയ്ക്കോ. ഇനി വരണ കാര്യം സംശയോ? പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കാൻ. എന്താടാ ഈ കാര്യം എന്താ സീൻ? എടാ അളിയില്ലേ ടെറസിന്റെ വെള്ളി ചെടി നനയ്ക്കുന്ന പരിപാടി ഉണ്ടായില്ലേ? എന്ത് ചെടിയാന്നറിയോ? ഇല്ല. ഗാഞ്ചാ ചെടി നനയ്க்கிறேன். ഗുഡ് മോർണിംഗ്. ഗുഡ് ഈവനിംഗ്. നല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ ഏട്ടാ? ഓ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. അയ്യോ അത് വേണ്ട, എനിക്ക് കാണാനൊന്നും വയ്യ. അല്ലേലും എനിക്ക് മാച്ചാവുന്ന ജനിയായിരുന്നു. നമുക്കൊന്ന് നൃത്തം ചെയ്തു നോക്കിയത്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. പല്ലില്ലാത്ത പ്രഗ്നൻസി ഞാനെങ്കില്ല. ഇതിലും ഭേദം മമ്മാരിയുടെ ബോഡി ഷോ ആയിരുന്നു. ഇനി പാത്തുന്റെ മോണോ ആക്ട് ആണ്. അതെ 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 അതെ. അതൊന്നും പറ്റൂല. ഇവിടെ കാണിച്ചിട്ട് അവിടെ ചെയ്താ മതി. അതെ അന്ന് ചെല്ല്, ചെല്ല്, അവള് കളിക്കാൻ ആ, പോ. പാത്തു. ചെല്ല്, ചെല്ല്. പോ. ദേ തുടങ്ങാൻ പോണു. ചെയ്യ്. നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കും. ஐயோ பாப்பா மயக்கம் போடுது. ഞാനിന്നിവിടെ അവതരിപ്പിച്ചത് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു കുട്ടിയുടെ പേടിയാണ്. നീ ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ചല്ലോ. എന്റെ പൊന്നോ, സൂപ്പർ ഐറ്റം മോളെ. പിന്നെ സൂപ്പർ ഐറ്റം. ഇതൊന്നും വേണ്ട, നല്ല പെടവച്ചിരുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പാത്തോന് 1ാം സമ്മാനം കിട്ടിയ കവിതയില്ലേ, അത് പാടിയാ മതി. അത് മതി. അപ്പൊ ഈ കിടക്കനായിട്ട് എനിക്ക് ചെയ്യാല. ആ ബെസ്റ്റ്. നിങ്ങൾ നോക്കിയോ, എല്ലാവരും ഞാൻ ഞെട്ടിക്കും. Thank you for watching part 3. நம்ம அடுத்த பார்ட்ல சந்திப்போம். Bye.